ഹലോ, മിച്ചൂസ് ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നതേ നോക്കിയേ, നമുക്ക് സെയിലിനായിട്ട് ഒരു 150 വെറൈറ്റിയോളം അഗ്ലോണിമയുടെ റെയർ വെറൈറ്റി, അല്ലാതെ നോർമൽ വെറൈറ്റീസ് അല്ല, നല്ല സൂപ്പറായിട്ടുള്ള റെയർ വെറൈറ്റി പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മളിന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഞാനിങ്ങനെ സ്റ്റാൻഡിൽ അടുക്കി പിറക്കിയൊക്കെ ഇട്ടിട്ടൊരു വീഡിയോ ഇടുന്നത് എനിക്ക് തോന്നുന്നു. കാരണം പ്ലാന്റുകളെല്ലാം അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് വാരി വലിച്ചിട്ടാണല്ലോ നിങ്ങളെപ്പോഴും കാണുന്നത്. അപ്പോൾ ഇന്ന് മഴ പെയ്തുകൊണ്ട് എല്ലാവരും നനയാതിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും മുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ വാങ്ങണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന റെയർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഗ്ലോണിമയുടെ ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഒരുപാട് പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡ് നിറഞ്ഞതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ നമ്മൾ താഴെ നിരത്തി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ മിച്ചൂസ് ഗാർഡനെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ 250 രൂപ മുതൽ ഒരു 3000 റേഞ്ച് വരെയുള്ള ടോപ്പ് റെയർ പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാ പ്ലാന്റ്സ് വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി കേട്ടോ. നമ്മളപ്പോൾ സെയിം പ്ലാന്റ് ഈ സൈസ് പോട്ടിലൊക്കെ വരുന്ന പ്ലാന്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട് മൂവാറ്റുപുഴയിലാണുള്ളത്. ആർക്കെങ്കിലും നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂവാറ്റുപുഴയിൽ വന്നാൽ നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടാലോ. അപ്പോൾ തുടക്കം മുതൽ കണ്ടു നോക്കാം അല്ലേ. കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. പീച്ച് പനാമയുടെ നല്ല അടിപൊളിയായിട്ടുള്ള ബുഷി ആയിട്ടുള്ള നല്ല സൂപ്പർ പ്ലാന്റ് ആണ്. 400 രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. വിത്ത് പോട്ട് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. ഇനി അടുത്തത് പിങ്ക് ലെഗസിയുടെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ്. 280 രൂപയാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി ഇത് സിയാം ജെയ്ഡ് എന്ന് പറയുന്ന ഒരു അടിപൊളി റയർ വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണെങ്കിൽ കൂടി നമുക്ക് ഇൻഡോറൊക്കെ വെക്കാൻ പറ്റിയ ഗ്രീൻ ഷെയ്ഡ് പ്ലാന്റ് നമുക്ക് കുറച്ചൊക്കെ ഇൻഡോറൊക്കെ വെക്കാൻ പറ്റും കേട്ടോ അഗ്ലോണിമ ആണെങ്കിൽ കൂടി. ബാക്കി റെഡ് കളേഴ്സ് ബാക്കി കളേഴ്സ് ഒന്നും അഗ്ലോണിമ ഒരിക്കലും നമ്മൾ ഇൻഡോറായിട്ട് നിങ്ങൾ അകത്ത് സെറ്റ് ചെയ്യരുത് കേട്ടോ. ഇത് സിയാം ജെയ്ഡിൻ്റെ പ്ലാന്റ്. ഇതിൻ്റെ റേറ്റ് വന്നത് 750 ആണ് കേട്ടോ. ഇത് അത്യാവശ്യം റെയർ ആയിട്ടുള്ള വെരിഗേറ്റഡ് വരുന്ന ഒരു റെയർ ഇനം പ്ലാന്റാണ്. ഇനി നമുക്ക് വരുന്ന മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഒരുപാട് പേര് ചോദിക്കുന്ന എന്നാൽ മാർക്കറ്റിൽ അത്രയും സുലഭമല്ലാത്ത ഒരു മഹാനക്കോൺ എന്ന പ്ലാന്റിന് കുറച്ച് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 600 ആണ് കേട്ടോ മഹാനക്കോണിൻ്റെയൊക്കെ പ്ലാന്റിൻ്റെ റേറ്റ് ഉള്ളത്. ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള മഞ്ഞ ഷെയ്ഡോട് കൂടിയ ഒരു പ്ലാന്റ്. 380 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ പ്ലാന്റാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങളിത് സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മളെ അറിയിക്കുക. നമ്മൾ ഈ പ്ലാന്റ് തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. റെഡ് വൈൻ്റെ നല്ല കളറ് കയറിയ ഒരു പ്ലാന്റ് നമുക്കുണ്ട്. 325 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഉള്ളത്. അതുപോലെ തന്നെ നമുക്കിന്ന് എത്തിയിരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം തായ്ലൻഡ് വെറൈറ്റി നല്ല അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ. 9 ക്യാരറ്റിൻ്റെ ഒരുപാട് പ്ലാന്റ് നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. 780 650 to 780 ആണ് കേട്ടോ 9 ക്യാരറ്റിൻ്റെ പ്രൈസ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ് വൈറ്റ് ലെഗസി. വൈറ്റ് ലെഗസിയുടെ ഈ സെയിം പോട്ടിൽ നിങ്ങൾക്ക് അയച്ചിരുന്ന ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 400 രൂപയാണ് കേട്ടോ. 400 രൂപയ്ക്ക് ഇത്രയും വലിയ പ്ലാന്റാണ് നമ്മൾ അയച്ച് തരുന്നത്. ഇനിയുള്ള ഒരു അടിപൊളി പ്ലാന്റാണ് പിങ്ക് എമറാൾഡ്. പിങ്ക് എമറാൾഡിൻ്റെ പ്ലാന്റിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് 580 രൂപയാണ് കേട്ടോ. 580 രൂപയാണ് പിങ്ക് എമറാൾഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. വലിയ പ്ലാന്റുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 200 രൂപയാണ്. ഇതൊരു ഗ്രീൻ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്കിത് വേണമെങ്കിൽ ഇൻഡോറായിട്ടും വെക്കാം. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന പ്ലാന്റാണ് കേട്ടോ. 200 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് ഉള്ളത്. നമ്മൾ പറഞ്ഞു പനാമയുടെ പ്ലാന്റൊക്കെ 400 ആണ് കേട്ടോ. അതുപോലെ റെഡ് പനാമയുടെ പ്ലാന്റ് ഉണ്ട്. 250 ആണ് റെഡ് പനാമയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി സുമാത്ര, ബ്ലാക്ക് സുമാത്രയും റെഡ് സുമാത്രയും ഒക്കെ നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് കേട്ടോ. ഇതിനി ചീറ്റ എന്ന് പറയുന്ന ഒരു റെയർ ഇനം വെറൈറ്റി പ്ലാന്റ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അഗ്ലോണിമ
വില കൂടുതലാണെന്ന്. ചീറ്റയൊക്കെ ടോപ്പ് റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഏത് വെറൈറ്റിക്കും റെയർ അനുസരിച്ച് പ്രൈസ് ഡിഫറെൻ്റ് ആവും കേട്ടോ. ചീറ്റയുടെയൊക്കെ ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 800 രൂപയാണ് കേട്ടോ. 800 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ്. ഇതൊക്കെ ടോപ്പ് റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇനി പിങ്ക് മൂൺലൈറ്റും പീച്ച് ബനാന, കൊച്ചിൻ ജോർജിയസിൻ്റെ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ടോപ്പ് റെയർ വെറൈറ്റിയാണ്. ഇനി വില കുറഞ്ഞ പ്ലാന്റ്സുകളാണ് കൂടുതലും നമ്മൾ ഇറക്കിയിട്ടുള്ളത്. കാരണം ഒരുപാട് പേര് നോർമൽ വെറൈറ്റി പ്ലാന്റ് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട്. ഇതൊരു ബുഷിയായിട്ടുള്ള 2-3 ഷൂട്ട് വരുന്ന ഒരു ബ്ലാക്ക് ക്യാരറ്റിൻ്റെ മ്യൂട്ടേഷൻ വന്നിട്ടുള്ള പ്ലാന്റാണ്. 400 രൂപയാണ് കേട്ടോ ഈ ഒരു ബ്ലാക്ക് ക്യാരറ്റിൻ്റെ മ്യൂട്ടേഷൻ പ്ലാന്റിൻ്റെ ബുഷി പ്ലാന്റ്സിൻ്റെ റേറ്റ് ഉള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഒരു അടിപൊളി പ്ലാന്റാണ് വൈറ്റ് പനാമ. വൈറ്റ് പനാമയുടെ ഈ ഒരു ഇത്രയും വലിയ സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ട് 700 രൂപയാണ് കേട്ടോ. 700 രൂപയാണ് വൈറ്റ് പനാമയുടെ വലിയ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. അതുപോലെ ബ്ലാക്ക് എമറാൾഡ് ഭയങ്കര ഡിമാൻഡുള്ള ഒരു സമയത്ത് ഒരുപാട് പൈസ 2000-നൊക്കെ ആളുകൾ വാങ്ങിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത്രയും ഡിമാൻഡുള്ള പ്ലാന്റാണ്. ഇന്ന് നമ്മുടെ പ്രൈസ് വരുന്നത് 300 രൂപയാണ് കേട്ടോ. ഇനി നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു പ്ലാന്റാണ് ഡൊണാറ്റെല്ലോ. ഡൊണാറ്റെല്ലോ നമുക്ക് പല സൈസ് ഉണ്ട് കേട്ടോ. ഈ ഡൊണാറ്റെല്ലോയുടെ പ്രൈസ് വരുന്നത് 250 രൂപയാണ്. ഡൊണാറ്റെല്ലോ നല്ല ഭംഗിയുള്ള ടോപ്പ് റെയർ ആയിട്ടുള്ള ഒരു അഗ്ലോണിമ തന്നെയാണ്. അപ്പോൾ 250 രൂപയ്ക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ തന്നെ ആദ്യമായിട്ട് കേട്ടോ ഈ ഒരു സൈസ് പ്ലാന്റ് കിട്ടുന്നത്. 250 റുപ്പീസ് നല്ല അടിപൊളി ഡൊണാറ്റെല്ലോ ലിമിറ്റഡ് മാത്രമേ ക്വാണ്ടിറ്റി അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഇത് മറ്റൊരു പ്ലാന്റാണ് ഐസ്ക്രീം എന്ന് പറയുന്നൊരു വെറൈറ്റി. ഐസ്ക്രീം എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 450 രൂപയാണ് കേട്ടോ. ഇനി ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട്. നോക്കിക്കോണം. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സ് നിങ്ങളുടെ മനസ്സിൽ വിഷ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അതുണ്ടോ എന്ന് നമ്മളോടൊന്ന് ചോദിക്കണം കേട്ടോ. ചിലപ്പോൾ എല്ലാം ഒന്നും നമ്മൾ വീഡിയോയിൽ പരാമർശിക്കാൻ സാധ്യതയില്ല കേട്ടോ. ഈ താഴെ പോയല്ലോ. ഇനി ഒരു അടിപൊളി പ്ലാന്റാണ് ഗ്രീൻ ബൗളിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വലിയ പ്ലാന്റ് ഗ്രീൻ ബൗളിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 400 രൂപയാണ് കേട്ടോ. 400 രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ്. എല്ലാം സ്റ്റാൻഡിൽ നിന്ന് വീഡിയോ എടുത്തപ്പോൾ ഒന്നൊന്നായിട്ട് താഴെ പോകുന്നുണ്ട്. ഇനി നമ്മുടെ ബ്ലാക്ക് മൂൺലൈറ്റ്, പിങ്ക് മൂൺലൈറ്റ് തുടങ്ങിയ പ്ലാന്റുകളൊക്കെ ഉണ്ട്. ഇത് സിൽവർ ഫ്രോസ്റ്റിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 200 രൂപയാണ്. 200 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ട് 120 രൂപയാണ് കേട്ടോ. 120 രൂപയാണ് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു അടിപൊളി പ്ലാന്റിൻ്റെ റേറ്റ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇനി റെഡ് ആപ്പിൾ, റെഡ് ഹെങ് എന്നൊക്കെ വിളിക്കുന്ന കാറ്റഗറി പെട്ടൊരു പ്ലാന്റാണ്. അതുപോലെ ഈ ഒരു പ്ലാന്റിനൊക്കെ നമ്മൾ 200 രൂപയാണ് കേട്ടോ നമ്മുടെ റേറ്റ് ഉള്ളത്. ഈ കാണുന്ന റെഡ് വെറൈറ്റീസിനൊക്കെ 200 ആണ് കേട്ടോ. ഇത് മിസ്റ്റ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെയർ അഗ്ലോണിമയാണ്. മിസ്റ്റ് ഐലൻഡ് 480 രൂപയാണ് കേട്ടോ മിസ്റ്റ് ഐലൻഡിൻ്റെ റേറ്റ് വരുന്നത്. 480 രൂപ. അതുപോലെ ഗ്രീൻ ലെഗസിയുടെ പ്ലാന്റ് നമുക്ക് വൈറ്റ് ലെഗസിയും ബ്ലാക്ക് ലെഗസിയും റെഡ് ലെഗസിയും ഗ്രീൻ ലെഗസിയും ഒക്കെ ഉണ്ട്. അതിൽ ഗ്രീൻ ലെഗസി അത്യാവശ്യം നല്ല ഡിമാൻഡഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. ഈ പ്ലാന്റിന് 400 രൂപയാണ് കേട്ടോ റേറ്റ്. ഇതിനി പ്ലാറ്റിനം എന്ന് പറയുന്ന ഭയങ്കര ഭംഗി. ഇതിന് വൈറ്റ് കയറി വരുന്തോറുമാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗി എന്ന് പറയുന്നത് കേട്ടോ. ഈ വൈറ്റ് ഇത് ബുഷി പ്ലാന്റായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു ബുഷി പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 650 രൂപയാണ്. ഇതിന് ഇത്തിരി വൈറ്റ് കുറഞ്ഞ് വന്നിട്ടുള്ള ഹെവി ബുഷി പ്ലാന്റ് ഉണ്ട്, അതിനൊക്കെ 650 രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് ഉള്ളത്. ഇനി മറ്റൊരു പ്ലാന്റാണ് റെഡ് ടിയാറ എന്ന് പറയുന്നൊരു പ്ലാന്റ്. റെഡ് ടിയാറ എന്ന് പറയും, ഒരു റെയർ വെറൈറ്റിയാണ് കേട്ടോ. റെഡ് ടിയാറയുടെ റേറ്റ് വരുന്നത് 900 ആണ് കേട്ടോ. അതുപോലെ നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു പ്ലാന്റാണ് മെക്കരസി. മെക്കരസി ഭയങ്കര ടോപ്പ് ഡിമാൻഡഡ് ആയിട്ടുള്ളൊരു പ്ലാന്റായിരുന്നു. ഒരു 3000-4000 റേഞ്ച് ഞാൻ തന്നെ ഇതിന് മുമ്പ് പലപ്പോഴായിട്ട് സെയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 1500 രൂപയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റാണ് റെഡ് മെക്കരസി. അതുപോലെ അഗ്ലോണിമ പ്ലാന്റ്സിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് കൊച്ചിൻ ജോർജിയസ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതിനെ കാണാനായിട്ട്. ഇതിൻ്റെ ലീഫും
ആ മഞ്ഞ ഷെയ്ഡും ഒക്കെ കൊച്ചിൻ ജോർജിയസിൻ്റെ പല സൈസുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഈ കൂട്ടത്തിൽ ഒരുപാട് റെയർ വെറൈറ്റി, നോർമൽ വെറൈറ്റി, ഈ ഡൊണാറ്റെല്ലോടൊക്കെ ബുഷി പ്ലാന്റ് ഒരുപാട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്ഥലം കുറവായതുകൊണ്ട് നമ്മളിവരൊക്കെ ഒതുക്കി വെച്ചേക്കാണ് കേട്ടോ. കുങ്കുമിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൂപ്പർ വൈറ്റിൻ്റെ ഒരു അടിപൊളി വെറൈറ്റിയാണ് ഈ പ്രാവശ്യം വന്നേക്കുന്നത് കേട്ടോ. ഇതൊരു ഒട്ടും തന്നെ ഡിസൈൻ ഒന്നും കയറി വരാതെ നല്ല ഗ്രീൻ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ മെച്ചുഡ് ഒരു പിങ്കിഷ് കളറാണ് ഇതിന് കയറി വന്നേക്കുന്നത് കേട്ടോ. ഇതിനൊരു ലീഫിന് ഒരു ലൈറ്റ് പിങ്ക് കളറോട് കയറി വന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് നമുക്ക് കുറച്ചേ ഉള്ളൂ. 1-2 നമുക്കിപ്പോൾ ഓൾറെഡി സെയിൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് റയാൻ ഗോൾഡാണ്. റയാൻ ഗോൾഡിൻ്റെ ഈ ഒരു വലിയ പ്ലാന്റ് 500 രൂപയാണ് റേറ്റ് ഉള്ളത്. 9 ക്യാരറ്റ് നമുക്ക് ചെറിയ പ്ലാന്റ് 1-2 ഉണ്ട് 450 പ്രൈസ് ഉള്ളത്. ചെറിയ പ്ലാന്റ് 1-2 പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങൾ ഒരുപക്ഷെ കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് നമ്മളിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തു പോവാത്ത നല്ല സൂപ്പർ പ്ലാന്റ്സുകൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സമയം കിട്ടുന്നതനുസരിച്ച് ഓരോരുത്തരെയും എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ അയച്ചു തരുന്നതാണ്. പിന്നെ നമ്മൾ പ്രത്യേകം ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് DTDC കൊറിയർ ഇപ്പോൾ കുറച്ച് ഡിലേ ആകുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്ലാൻസ് നിങ്ങൾ അയക്കുന്ന ദിവസം എന്തായാലും അയച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ അയക്കുന്ന ദിവസം നിങ്ങളെ ഞാൻ അറിയിക്കും. അപ്പോൾ നിങ്ങൾ ട്രാക്കിംഗ് നമ്പർ വാങ്ങി ട്രാക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കാരണവശാൽ ഡിലേ വരുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മളെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. പിന്നെ ശ്രീമാരുതി, ST കൊറിയർ, പ്രൊഫഷണൽ തുടങ്ങി ഒരുപാട് കൊറിയർ സർവീസുകളും അവൈലബിൾ ആണ്. നിങ്ങളുടെ പ്ലാന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ കൊറിയർ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങളുടെ അടുത്ത ഇതുണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കണം. എന്നിട്ട് നിങ്ങൾ വാങ്ങണം. കാരണം ഒരു DTDCയേക്കാളും നല്ല സർവീസാണ് ശ്രീമാരുതിയും ST കൊറിയറും പ്രൊഫഷണലും ഒക്കെ. പക്ഷേ കസ്റ്റമേഴ്സിനോട് നമ്മൾ പറയുമ്പോൾ ഒരു പക്ഷേ അത് അവർക്കൊരു ടെൻഷനാകും. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ഗ്യാരണ്ടീഡാണ് അവർ ഓക്കെയാണ്. കാരണം നമ്മളിതിന് മുമ്പൊക്കെ ഒരുപാട് പേർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു പ്ലാന്റ് ശ്രീമാരുതി ST ഒക്കെ വഴി. അപ്പോൾ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ DTDC പോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള ഒന്നാണ് പ്രൊഫഷണൽ കൊറിയർ. സത്യത്തിൽ പ്രൊഫഷണൽ കൊറിയറൊക്കെ നമുക്ക് ഒരുപാട് റിസ്ക്കാണ് അയക്കണമെങ്കിലും, പക്ഷേ സേഫ്റ്റി, നിങ്ങളുടെ പ്ലാന്റിൻ്റെ സേഫ്റ്റി നോക്കിയപ്പോൾ നമ്മൾ കുറച്ച് റിസ്ക് എടുത്താലും നിങ്ങൾക്ക് സേഫായിട്ട് പ്ലാന്റ് കിട്ടണം. അതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് ഈ പറഞ്ഞ കൊറിയർ സർവീസുകളൊക്കെ അവൈലബിൾ ആണെങ്കിൽ ഇനി KSRTCയോ എന്താണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരും. ഇനി ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ് കിട്ടുമ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ പ്ലാന്റ് ഡാമേജോ ചീഞ്ഞിരിക്കുകയോ കംപ്ലൈൻറ്റോ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങൾക്ക് പുതിയ പ്ലാന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും. അതല്ലെങ്കിൽ നിങ്ങളുടെ ക്യാഷ് തിരിച്ചു തരും. അത് എൻ്റെ മാത്രം മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ ഓരോ സെല്ലറുടെയും മാത്രം മിസ്റ്റേക്ക് ആയിരിക്കാം. കാരണം അവർ അയച്ചു കൊടുത്തത് മോശം പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ ട്രാൻസിസ്റ്റിൽ ചിലപ്പോൾ ചീഞ്ഞു പോയതോ ഈ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ചെയ്യും. അതല്ലാതെ കുറേ ദിവസങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് ചീഞ്ഞു പോയിട്ട് നമ്മളോട് അതിനെക്കുറിച്ച് ചോദിക്കരുത്. നമുക്ക് ചെറിയ ലാഭത്തിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു പ്ലാന്റ് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ നഷ്ടം നമ്മൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഒരുപാട് റെയർ പ്ലാന്റുകൾ വാങ്ങി ചീഞ്ഞ് നഷ്ടപ്പെട്ട് ക്യാഷ് പോയിട്ടാണ് നമ്മൾ വീണ്ടും നമ്മളിത് തന്നെ ഇതിനോടുള്ള സ്നേഹം കൊണ്ടും നമുക്കിത് ഓവർകം ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയും കൊണ്ടുമാണ് നമ്മൾ പലരും ഇത് നിർത്താതെ വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണത്താൽ ചെടി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ 2 കൂട്ടരും സാക്രിഫൈസ് ചെയ്യാനായിട്ട് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും ഇതുവരെ ആഴ്ചയിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ മനുഷ്യ സഹജമായ ഏതെങ്കിലും ഡിലേ എന്തെങ്കിലും ബുദ്ധിമുട്ടോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയിക്കുക. നമ്മളത് മാക്സിമം സോൾവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇത് സൂപ്പർ റെഡ് സ്റ്റാർഡസ്റ്റിൻ്റെ അടിപൊളി പ്ലാന്റാണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ കുറേ ചെടികൾ ചീഞ്ഞു പോയി, കുറേയൊക്കെ വാരി കളഞ്ഞു. അത് കാണുന്തോറും ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറേ നല്ല ചെടി വന്നപ്പോൾ വീണ്ടും മുകളിലോട്ട് കയറാനൊരു
സന്തോഷ മനസ്സിന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിലേതെങ്കിലും സുന്ദരി കുട്ടികളെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മിച്ചൂസ് ഗാർഡനെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാ പേജും മിച്ചൂസ് ഗാർഡൻ എന്നുള്ള ഇൻസ്റ്റാ പേജും FBയിൽ രഹന സലീം എന്നുള്ള പേരും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക്